ഇന്ന് വ്യത്യസ്തമായി ഒരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആയാലോ? അപ്പോൾ ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഒരു പരിചയം തോന്നുന്നുണ്ടോ? ഇത് കണ്ടപ്പോൾ കൊഴുക്കട്ടയെന്ന് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ ഞാനിവിടെ ഉണ്ടാക്കുന്ന മസാല കൊഴുക്കട്ടയാണ് കേട്ടോ. ഞങ്ങൾ കുട്ടികളാകുമ്പോൾ ആ കൊഴുക്കട്ടേനെ ഇതുപോലെ ഈർക്കിൽ കുത്തിത്തരും. അപ്പോൾ കുട്ടികൾ കൗതുകം കൊണ്ട് അത് കഴിച്ചു പോകും. അപ്പോൾ പണ്ടൊന്നുമല്ല, ഇപ്പോഴും ഇങ്ങനത്തെ ട്രിക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ കുട്ടികൾ കഴിക്കാൻ വേണ്ടിയിട്ട്. മസാല കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയിൽ ഉപ്പിട്ടിട്ട് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. മസാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. ഇനി ഇതിലെ സവാള, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി മിക്സിയിൽ ഒന്നങ്ങോട്ട് ചതച്ചെടുക്കാം. കൊഴുക്കട്ടയിലിടാൻ കുറച്ച് തേങ്ങ കൂടി എടുത്ത് വെക്കണേ. ഇനി കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ കടുക് പൊട്ടിച്ച് നമ്മുടെ ഉഴുന്നുപരിപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉഴുന്നുപരിപ്പ് ഒന്ന് നിറം മാറി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് 2 മിനിറ്റ് ആയിക്കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്തിടാം. ഇനി പകുതിയാക്കി വെച്ച അരിപ്പൊടി മിക്സിലേക്ക് ഈ മിക്സ് ഇടുക, അതുപോലെ തന്നെ തേങ്ങ ഇടുക, ആവശ്യത്തിന് ഉപ്പ് ഇടുക. എന്നിട്ട് ഇതൊക്കെ നന്നായിട്ട് അങ്ങോട്ട് കുഴക്കുക തന്നെ. ഇനി കുഴച്ച് വെച്ചതിന് ഇതുപോലെ കൊഴുക്കട്ടകളെ ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയ കൊഴുക്കട്ടകളൊക്കെ ഇഡ്ഡലി തട്ടിൽ ഇതുപോലെ ഒരു 15 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ എല്ലാം നന്നായി വെന്ത് കിട്ടുവേ. അപ്പോൾ അതാ ഈ ഈർക്കൽ പ്രയോഗം നടത്തിയിട്ട് അതിൽ മസാലയും വറവൊക്കെ ഇട്ടത് കാരണം ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണേ. എന്നാൽ ഇതിനൊന്നും കൂടി റിച്ചാക്കിയാലോ? ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ആദ്യം മുറിച്ച് വയ്ക്കുക. അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചൂടാക്കി 1 ടീസ്പൂൺ കടുക് പൊട്ടിച്ച് കൊണ്ടാട്ടമുളകും കറിവേപ്പിലും കൂടി വറുത്തിടുക. എന്നിട്ട് അത് നന്നായി മൂത്ത് കഴിഞ്ഞാൽ ഈ കൊഴുക്കട്ടയും കൂടി ഇതിലേക്ക് അങ്ങോട്ട് കൊട്ടുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാല കൊഴുക്കട്ട അവിടെ റെഡിയായി. ഇനിയും ഇതുപോലുള്ള വെറൈറ്റി വിഭവങ്ങൾ കാണാൻ ചില്ലി ഫ്ലേക്സിനെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ കൂടി മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.